ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ പോലീസ് വന്ന് റെയ്ഡ് ചെയ്യുമ്പോൾ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ റൂമിൽ അനധികൃതമായി കടന്ന് സെർച്ച് ചെയ്തപ്പോൾ വികാരം 1.5 മണിക്കല്ലല്ലോ പ്രദർശിപ്പിക്കേണ്ടത്. ആ 1.5 മണിക്ക് മുമ്പ് തന്നെ ഇവർക്ക് 12 മണിക്ക് പോയ ഇവർക്ക് വളരെ വേഗതയിൽ തന്നെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് കിട്ടിയ വിവരങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ റെയ്ഡ് നടക്കണു എന്ന് ഇവർക്കറിയാം. പക്ഷേ ഇവർ 1.5 മണിയോട് കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അതും സംശയമാണ്. ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം കൊണ്ടുപോയ പണത്തെ സേഫായിട്ട് ഒളിപ്പിക്കാനുള്ള സമയങ്ങളായിരുന്നു. ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം, പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ, പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പരിമിതിയില്ലേ? കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യും പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വെളി വരും. പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികളുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായി ഞാൻ പറയുന്നു, കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും അവിടെ നിന്ന് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ്. ഈ പണത്തിൻ്റെ ഒഴുക്കാണ് BJPയുടെ വോട്ടും കോൺഗ്രസിന് വന്നത്, SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ടും കോൺഗ്രസിന് വന്നത്. അങ്ങനെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനിടയായത്. ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നടത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു അന്വേഷണം ആവശ്യപ്പെടുമോ? അല്ല, അതിപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് ഞാൻ പറയുന്നത് ഞങ്ങൾ വളരെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഉന്നയിച്ചത്. ആ ഉന്നയിച്ച കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസ് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യത്തിനെ തുടർന്ന് ഇനി ഞങ്ങൾ ആലോചിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് അതിനെ തുടർന്ന് പോകണം എന്നുള്ളത് തീരുമാനിക്കും. ഇത് വലിയ വിഷയമാക്കി മാറ്റിയത് 2 വിമർശനങ്ങൾ ഉയർന്നു. അതായത് LDFന് അതൊരു പ്രചരണ ചില പാളിച്ചകൾ പറ്റിയെന്ന തരത്തിൽ ഒരു തരത്തിലുള്ള വിമർശനം വരുന്നുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് കൂടി വരുമ്പം എന്താണ് തോന്നുന്നത്? LDFന് പാളിച്ച പറ്റി ആരാണ് ഇപ്പോൾ നിങ്ങളോട് വിമർശനങ്ങൾ? അല്ല, പുറമേ എന്ന് പറഞ്ഞ ആരാ? കോൺഗ്രസും BJP അല്ലേ പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ? സംസ്ഥാന സമിതി അല്ല, അതല്ല, അതൊക്കെ അത് ആ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ കോൺഗ്രസും BJPയും ഇത് പറയുന്നുണ്ട്. അതെ, ഞങ്ങൾക്കൊരു പാളിച്ചയും ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം ആ സമയത്ത് ഉയർത്തിക്കൊണ്ടുവരും. അത് ഏതൊരു മുന്നണി പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്കിതിൽ വ്യക്തമായ വസ്തുതാപരമായ ചില കാര്യങ്ങൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ഉയർത്തിയത്. ആ ഉയർത്തിയത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നല്ല ലൂപ്പോൾ അവർക്ക് കിട്ടി. ആദ്യം തന്നെ അതിനുള്ളൊരു സമയം അവർക്ക് കിട്ടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പെട്ടി വിവാദത്തിൽ പണം കൊണ്ടുവന്ന രാഹുൽ രക്ഷപ്പെട്ടത്. അല്ല, പോലീസിൻ്റെ വീഴ്ച എന്ന് പറയാൻ കഴിയില്ല. കാരണം പോലീസ് ഒരുപക്ഷെ ഈ പെട്ടി കൊണ്ടുപോയതിന് ശേഷമാണല്ലോ അവിടെ എത്തിയിട്ടുള്ളത്. പോലീസിന് വിവരം കൊടുത്തത് ആരാണെങ്കിലും ആ കൊടുത്ത വിവരം കൊടുത്തതിന് പോലീസ് അവിടെ എത്താനുള്ള ഒരു സമയവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സമയപരിമിതി ആയിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ പോലീസിൻ്റെ വീഴ്ചയാണ്. പോലീസ് ഇപ്പോൾ അവിടെ വന്നിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ കാര്യങ്ങളെല്ലാം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ഓഫീസൊക്കെ തുടങ്ങിയ ഒരു പ്രവർത്തനം തുടങ്ങി. ആയിക്കോട്ടെ. ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലൊക്കെ വലിയ വിഷയം വന്നപ്പോൾ അത് പരിഹരിക്കാൻ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടലുണ്ടായി. എന്തുകൊണ്ടാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതിനകത്ത് ആ പ്രശ്നം പൂർണ്ണമായി അവഗണിക്കാനുള്ള തീരുമാനം എന്താണ്? കേരളത്തിലെല്ലാം ഇതെല്ലാം എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയ കാര്യമാണ്. അതിൻ്റെ അപ്പുറം പറയാൻ ഞാനത്ര എൻ്റെ പാർട്ടി സെക്രട്ടറി അല്ല, ഞാൻ പറഞ്ഞോട്ടെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ അപ്പുറം പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ ഈ ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൻ്റെ ബാക്കിൽ നിങ്ങൾ നന്നായിട്ട് നടക്കണം, നല്ലതുപോലെ ഇനിയും നടക്കണം. നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, മനസ്സിലായില്ലേ? ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മധൈര്യത്തിൽ ഞങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, ഞങ്ങളുടെ സംഘടനാ സംവിധാനം അങ്ങനെയുള്ളതാണ്. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ
ഞങ്ങളുടെ പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു ചെയ്താലും ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ലംഘിക്കാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല. അങ്ങനെ ലംഘിക്കുന്നത് ആരാണെങ്കിലും സമയബന്ധിതമായി ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങളത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ ഈ വിവാദം ഇങ്ങനെ കത്തിച്ച് നിർത്തണം എന്നുള്ളത് കൊണ്ട് ഇപ്പം തന്നെ എടുക്കും, അല്ലെങ്കിൽ ഇപ്പം തന്നെ എടുക്കാൻ പാടുമോ, ഇപ്പം തന്നെ എടുത്താൽ എന്താ കുഴപ്പം? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. എടുക്കുകയും വേണം, എടുക്കുന്നതിന് കത്തിക്കണം, എടുക്കാതിരുന്നാൽ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് ചോദിക്കുകയും വേണം. നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. എല്ലാം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. എന്തായാലും നടപടി ഉണ്ടാവും അല്ലേ? നടപടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സംഘടനാപരമല്ലാത്ത ആര് കാര്യം ചെയ്താലും ഈ പാർട്ടി സംഘടനാ നടപടി സ്വീകരിച്ചിരിക്കും. ഞങ്ങൾ അതിലൊന്നും വേവലാതി പൂണ്ടിട്ടോ പരിഭ്രാന്തിയായിട്ടോ നിൽക്കണമെന്നൊന്നും നിങ്ങൾ തോന്നേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞോട്ടെ പ്രിയ, ഞാൻ പറഞ്ഞോട്ടെ, ഏഷ്യാനെറ്റുകാർ ബേജാറാകാതെ. നിങ്ങൾ ഇന്നലെ നന്നായിട്ട് ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇനിയും പോയി ചെയ്യുക, അതൊന്നും പ്രശ്നമല്ല. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു സംഘടനാ സംവിധാനമുണ്ട്, ആ സംവിധാനത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾ പറയുന്നത് പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംഘടനാ സംവിധാനം, അതിനനുസരിച്ച് തന്നെ തീരും. അപ്പോഴും നിങ്ങൾക്ക് വിവാദമാക്കാം കേട്ടോ.